പ്രൊഫസറുടെ ഭാവം കണ്ട അയാളെക്കാളും വലിയൊരു ടീച്ചർ ഈ ലോകത്തില്ലെന്ന മട്ടം. ഈ സെമസ്റ്ററിൽ ഇന്റേണൽ അസസ്മെന്റ് മാർക്കിനെ പേടിച്ച എല്ലാരും സഹിക്കുന്നത്. ഒരു പരിധി കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ കംപ്ലൈന്റ് ചെയ്യുന്ന പലരും പറയുന്നത്. ആള് പഠിക്കുന്ന കാലത്ത് തയ്യാറാക്കിയ നോട്ട്സാ ഇപ്പോഴും തരുന്നത്. എന്നിട്ട് സ്റ്റുഡൻസിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന ഭാവം. നിനക്ക് ആ പ്രൊഫസർ സഹിക്കണ്ടല്ലോ. മരിയ, എന്താ ഇവിടെ വന്നിരിക്കുന്നത്? രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുക. കണ്ണും കാതൊക്കെ കൊട്ടിയടച്ച് നീ എങ്ങോട്ടേ ഓടിപ്പോന്നേ? എന്താ മനസ്സില്? അത് എനിക്കൊന്ന് കാണണമെന്ന് തോന്നുന്നു. രഞ്ജിത്തിനെ രാധിക സഖി സഖി നിന്ദതി ചന്ദന നിന്ദു കിരണമനു നിന്ദതി ഖേദമധീതം വ്യാളനിലയമിളനേന കരളമിവ കലയതി മലയ സമീരേ സാവിരഹേ സവധീന കൃഷ്ണ. എവിടെയായിരുന്നു മനസ്സ്? എന്റെ പാട്ട് കേട്ട് നിന്നല്ലാന്ന് എനിക്ക് മനസ്സിലായി. ഉള്ളിൽ നിന്നങ്ങോട്ട് കുറഞ്ഞു കളയാൻ പറ്റുന്നില്ല അല്ലേ? ഏയ്, അതൊന്നുമല്ല. മനസ്സൊരു വെള്ളപ്പേപ്പർ പോലെ ആക്കി തരണേന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. പരീക്ഷയല്ലേ വരുന്നേ, എല്ലാം ആദ്യം പോലെ തുടങ്ങണം. അത് നന്നായി. നീ എന്നെ ഒന്ന് ബസ് സ്റ്റോപ്പിൽ വിടണം. ഞാൻ ആ വഴിക്കല്ല, നീ ഒരു ഓട്ടോ വിളിച്ചു പോ. ഇതല്ലേ നിനക്ക് എളുപ്പം. എന്നാലും വേണ്ട, നീ പൊക്കോ. രഞ്ജി, ബസ് സ്റ്റോപ്പിൽ ആളുണ്ടാവും അല്ലേ? ഞാനൊരാളെ കാണണ്ടാന്ന് തീരുമാനിച്ച അയാൾ തൊട്ടടുത്തുണ്ടായാലും ഞാൻ കാണില്ല. പൊട്ടടാ. ഹലോ. അന്ന് ചോദിച്ചില്ലേ? നന്നായിരുന്നു. എല്ലാ പരീക്ഷകളും നന്നായിരുന്നു. അതിന് ഇപ്പോഴെന്തിനാ മറുപടി പറഞ്ഞു? എനിക്ക് അറിയിക്കണമെന്ന് തോന്നി. ഒരു എന്ത് പറയാൻ വന്നത്? മറിയ, അന്ന് പറഞ്ഞ തടസ്സങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പച്ചൻ, ദൈവങ്ങൾ. അതെ, പക്ഷേ ഒന്നിന് മാത്രം മാറ്റം. അത് മറിയുടെ മനസ്സിനാണെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ? ഞാൻ പോകുന്നു. കാണാം. എപ്പോ? എപ്പോഴും.